ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പൊട്ടറ്റോ കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തത്, കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്, ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വലിയ വെളുത്തുള്ളി. ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ എടുക്കണം. ഇപ്പം നമ്മുടെ ഉണക്കമുളക് ഇല്ലെങ്കിൽ നമുക്ക് മുളകിൻ്റെ പൊടി സെപ്പറേറ്റ് ഇട്ടാലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിയില. നമുക്ക് ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കാം. ഈ പാൻ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കാനെടുക്കുന്ന ഉണക്കമുളക് കാശ്മീരി മുളകാണെങ്കിൽ കുറച്ചും കൂടി നല്ല കളർ കിട്ടും, എരിവും നല്ല കുറവായിരിക്കും. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മകവേ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടുള്ളൂ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇടാം, ജീരകം ചേർക്കാം, വേപ്പിൻ്റെ ഇല ഇടാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സവാള ഇട്ടിട്ടൊന്ന് മൊരിക്കാം. അപ്പോൾ സവാള ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, എൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ചേർക്കാം, നമ്മൾ അരച്ച് വെച്ചേക്കണം പേസ്റ്റ് ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ആ മുളകൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ആ വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ആ വെളുത്തുള്ളി മുളകൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കത് തുറന്ന് വെച്ചിട്ട് തന്നെ ഈ തക്കാളി വേവിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇങ്ങനെ ഉടഞ്ഞു പോരുത്, അതായത് നമുക്കത് മൂടി വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി പതുക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി വെച്ചേക്കണം പൊട്ടറ്റോ ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പൊട്ടറ്റോ ഉടഞ്ഞു പോകാണ്ട് നോക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആ വെള്ളം ചേർക്കുമ്പോൾ ഈ കറിയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർക്കണം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് കറി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കാവും. നമുക്ക് കറി ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ മസാലയ്ക്ക് ഉരുളൻകിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയില ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്.